എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാലോചിച്ച് നോക്കൂ. നമ്മളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി, ആ വാക്കുകൾ, പ്രവൃത്തികൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വേദനയായി ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നുണ്ടാവില്ലേ? നിങ്ങളുടെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ ഒരു തീ ആളിക്കത്തുന്നുണ്ടോ? അവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ അതിനു മുൻപ് ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ചിലപ്പോൾ പ്രതികരണത്തിൻ്റെ രീതി തന്നെ മാറ്റാൻ നിങ്ങൾ തയ്യാറാകും. നമ്മൾ സാധാരണയായി വേദനിക്കുന്ന സമയത്ത് രണ്ട് തരത്തിൽ പ്രതികരിക്കും. ഒന്ന്, ആ നിമിഷം തന്നെ തിരിച്ചടിക്കുക. രണ്ട്, എല്ലാം ഉള്ളിലൊതുക്കി സ്വയം വിഷമിക്കുക. ഈ രണ്ട് വഴികളും പലപ്പോഴും നമുക്ക് കൂടുതൽ മുറിവുകൾ മാത്രമേ സമ്മാനിക്കൂ എന്ന് തിരിച്ചറിയണം. ഒരു കാര്യം ഓർക്കുക, നമ്മൾ പ്രതികരിക്കാൻ ഉപയോഗിക്കുന്ന സമയം നമ്മുടേതാണ്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഒരു വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്നത് നിങ്ങളുടെ നിയന്ത്രണം കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ പെരുമാറ്റം നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും നശിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് തിരിച്ചറിയണം. അവർ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുകയാണ്. നിങ്ങൾ തിരിച്ചടി നൽകുമ്പോൾ അവർ വിജയിക്കുകയാണെന്ന് സ്വയം തിരിച്ചറിയണം. കാരണം നിങ്ങൾ അവരുടെ വികാരങ്ങളുടെ അതേ തലത്തിലേക്ക് താഴുകയാണ്. അതിനു പകരം നിങ്ങൾ ഉയർന്ന് ചിന്തിക്കണം. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ മറ്റൊരാളെ അനുവദിക്കരുത്. വേദനിപ്പിക്കുന്ന പലരും സ്വയം വേദനിക്കുന്നവരാണ്. ഒരു പുഴയിൽ മാലിന്യം നിറയുമ്പോൾ മാത്രമാണ് അത് പുറത്തേക്ക് ഒഴുകി വരുന്നത്. അതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വിഷമങ്ങളും ദേഷ്യവും നിറയുമ്പോഴാണ് അത് വാക്കുകളായും പ്രവൃത്തികളായും പുറത്തു വരുന്നത്. അവരെ നിങ്ങൾ വേദനിപ്പിക്കേണ്ടതില്ല, മറിച്ച് അവരോട് കുറച്ച് മയത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക. അവരുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചതുകൊണ്ടാണ് അവർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കണം. ഇതിനർത്ഥം അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കണമെന്നല്ല, മറിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ നിന്നും പ്രതികാരം കുറയ്ക്കാൻ സഹായിക്കും. വേദനിക്കുന്ന ഒരാളെ നമ്മൾ വെറുക്കുമ്പോൾ ആ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ഭാരമായി മാറുന്നു. ആ ഭാരം ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഈ തിരിച്ചറിവ് നിങ്ങളെ സഹായിക്കും. ഏറ്റവും മികച്ച പ്രതികാരം എന്താണെന്നറിയാമോ? അത് പ്രതികരിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ച ഒരാളെ നിങ്ങൾ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ മേലുള്ള അധികാരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സന്തോഷം, സമാധാനം, വിജയം ഇതൊക്കെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി. നിങ്ങൾ മറുപടി നൽകാതെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതവരെ കൂടുതൽ വേദനിപ്പിക്കും. അവൻ അല്ലെങ്കിൽ അവൾ എന്നെ വേദനിപ്പിച്ച ശേഷവും സന്തോഷമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് അവർ ചിന്തിക്കും. അതാണ് യഥാർത്ഥ വിജയം. നിങ്ങളുടെ സമയം, ഊർജം, വികാരങ്ങൾ എന്നിവ പാഴാക്കരുത്. നിങ്ങൾ സ്വയം വളരുക, നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക. അതാണ് ഏറ്റവും വലിയ പ്രതികാരം. അതിനാൽ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർക്കണം. 1, അവരുടെ നിയന്ത്രണത്തിന് വഴങ്ങരുത്. 2, അവർ വേദനിപ്പിക്കുന്നവരാണെന്ന് മനസ്സിലാക്കണം. 3, നിങ്ങളുടെ സന്തോഷവും വിജയവുമാണ് ഏറ്റവും മികച്ച പ്രതികാരമെന്ന് തിരിച്ചറിയണം. നമ്മുടെ മനസ്സിൻ്റെ സമാധാനമാണ് ഏറ്റവും വലുത്. പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കുക. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.